നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ദൂരയാത്രകൾ വേണ്ടി വരുവാനും ഒരുപക്ഷെ ഈ ജൂലൈ മാസത്തിൽ പൂർത്തീകരിക്കാൻ സാധ്യതകൾ കുറവാണ്. ഇനി ഒരു 6 മാസത്തേക്ക് ആഴ്ചയിലൊരിക്കൽ ഒരു യാത്ര വേണ്ടി വരും എന്ന വിധത്തിലുള്ള ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ ഒരു വർഷത്തിന് ശേഷമായിരിക്കാം മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഉയർന്ന പദവിക്ക് ഈ ഏറ്റെടുക്കുന്ന തൊഴിൽ മേഖലകളെല്ലാം തന്നെ ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വിജയശതമാനം സ്വല്പം കുറവുള്ളത് കൊണ്ട് ഉപരിപഠനത്തിന് വരുന്ന വർഷത്തേക്ക് ആദ്യ ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതാൻ തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വേറെ ചില വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള വിഷയത്തിൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ ലഭിക്കുകയില്ല എങ്കിൽ പോലും ഏറെക്കുറെ ഭേദപ്പെട്ടതായിട്ടുള്ള വിദ്യാലയത്തിൽ ചേരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനാണ് യോഗമുള്ളത്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഉദ്ദേശിച്ച പോലെ നേട്ടം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ മാസത്തിൽ കുറവാണ്. ഒരുപക്ഷെ നവംബർ മാസത്തിന് ശേഷം പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തുകയായിരിക്കും സമയബന്ധിതമായിട്ട് ചെയ്യേണ്ടാത്ത കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഈ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുക നന്നാവുക. ചിന്തകൾക്ക് അതീതമായി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ആശയങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും പലതും പ്രാവർത്തികമല്ലാത്തത് കൊണ്ട് ചിലതിൽ നിന്നെല്ലാം തന്നെ പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വിനയത്തോടു കൂടിയതായുള്ള സമീപനം, ഔചിത്യമുള്ള സമീപനം ഒക്കെ സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു മാസത്തിൽ രണ്ടാമത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും ജോലി ചെയ്തു തീർത്ത് വളരെ വൈകിട്ട് ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല, മിക്ക ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ പുണ്യതീർത്ഥയാത്രകൾക്ക് അവസരങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും തീർത്തും അവിചാരിതമായിട്ടാണ് വാഹന ഉപയോഗത്തിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. തൊഴിൽ മേഖലകളിൽ വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചനകൾ ലഭിക്കുന്നത് വഴി മറ്റു ചില ജോലികൾക്കെല്ലാം അപേക്ഷിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അന്വേഷണം ഊർജിതമാക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ തത്തുല്യമായിട്ടുള്ളൊരു സ്ഥാപനത്തിൽ ഇതേ തസ്തിക തന്നെ ഉള്ള ഒരു ജോലിക്ക് അവസരം വന്നു ചേരുകയാണെങ്കിൽ ഇങ്ങനൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. പകർച്ചവ്യാധി പിടിപെടുവാനോ സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനോ സാധ്യതയുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ ഒരാഴ്ച പൂർണ്ണമായിട്ടും വിശ്രമം വേണ്ടി വരുവാനായി യോഗം കാണുന്നത്. ആശയവിനിമയങ്ങളിൽ അപാകതകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നുണ്ട്. അവിചാരിതമായിട്ട് വികസിത രാഷ്ട്രത്തിൽ സ്ഥിരതാമസത്തിനുള്ള ഒരു അനുമതി ലഭിക്കുന്നത് വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാമെന്നൊരു ധാരണയിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാൻ യോഗം കാണുന്നുണ്ട്. പിതാവിന് അസുഖം വർദ്ധിക്കുന്നത് വഴി ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ചിലർക്ക് തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മറ്റു ചിലർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഗൃഹം വാടകയ്ക്ക് എടുത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ നിലവിലുള്ള സ്ഥാപനത്തിൽ നിന്ന് മാറി സ്വല്പം ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാൻ യോഗം കാണുന്നുണ്ട്.
ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് വ്യായാമം, യോഗ, പ്രാണായാമമൊക്കെ ശീലിക്കാൻ സാധ്യത കാണുന്നു. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അബദ്ധം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നത് വഴി പുതിയ ചുമതലകൾ വന്നു ചേരുവാൻ ഇടവരുമെങ്കിൽ പോലും പരമാവധി സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും ഒരു വർഷത്തേക്ക് പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. എന്നാൽ പുതിയതായിട്ടുള്ള കരാറ് ജോലികൾ, പണം മുതൽ മുടക്കേണ്ടാത്തതായിട്ടുള്ള കരാറ് ജോലികളെല്ലാം ഏറ്റെടുക്കാം. 2025 ഓഗസ്റ്റ് മുതൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന വിധത്തിൽ ബൃഹത് പദ്ധതികളെല്ലാം ഏറ്റെടുക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാൻ ഒരു അനുമതിക്ക് അപേക്ഷ നൽകും. ഒരുപക്ഷെ ആത്മാർത്ഥ സുഹൃത്തിൻ്റെയും സഹപാഠികളുടെയും നിർബന്ധത്തിലായിരിക്കാം ഇങ്ങനെ ഉണ്ടാവാൻ യോഗം കാണുന്നത്. ഗുരുതരാവസ്ഥയിലുള്ള ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ചും ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നത് വഴി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന സങ്കല്പത്തിൽ ചിലർക്കൊക്കെ തന്നെ ആയുർവേദ ചികിത്സകളിൽ തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള ചർച്ചകളിൽ അനുകൂലമാകും വിധത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ഉന്നത പദവിയിൽ എത്തിച്ചേരുവാൻ യോഗം കാണുന്നുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അന്തിമ നിമിഷത്തിൽ അനുകൂലമായിട്ടുള്ള ഫലം വന്നു ചേരും. അശുഭചിന്തകൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. നാർന്ന് കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുന്നത് വഴി മാർഗതടസ്സങ്ങളെല്ലാം നീങ്ങി അനുകൂലമായിട്ടുള്ള വിജയം എല്ലാ മേഖലകളിലും വന്നു ചേരുവാനിടയുണ്ട്. പൊതുവെ ചില വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ അലസത വർദ്ധിക്കുന്നത് വഴി നിലവിൽ ഉള്ള പാഠ്യപദ്ധതിയിൽ ഉദ്യോഗ സാധ്യതകൾ കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരുവാനും ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ ഇതിൽ നിന്നൊരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരു വർഷത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രയത്നിക്കാനൊരു അവസരം വന്നു ചേരും. ഒരുപക്ഷെ ബന്ധു സഹായം തേടുവാനോ ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ആശയങ്ങൾ അവലംബിക്കുവാനോ ഇതിന് ഗുണകരമായി തീരുവാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനം പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിക്കാനോ അവലംബിക്കാനോ അവസരം വന്നു ചേരും. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാൻ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നത് വഴി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും എല്ലാ കാര്യങ്ങളിലും വളരെ യുക്തിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാവാനിടയുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും. അതിലുപരി ഈശ്വര പ്രാർത്ഥനകളും വേണ്ടിവരും. ഇതിനെല്ലാം ഉപരിയായിട്ട് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവലംബിക്കുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗം കാണുന്നത്. മേലധികാരികളുടെയും ഉടമസ്ഥരുടെയും പ്രത്യേക പദ്ധതികളുടെ രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ യാത്രകൾ വേണ്ടിവരും, അന്വേഷണങ്ങൾ വേണ്ടിവരും. എന്നിരുന്നാലും അതിനൊരു പൂർണ്ണ രൂപം ഈ ഒരു മാസത്തിൽ തന്നെ സമർപ്പിക്കുവാനും അതിൽ നിന്നൊരു ആശ്വാസകരമായിട്ടുള്ള ഘടകങ്ങൾ വന്നു ചേരുവാനും യോഗം കാണുന്നതുമുണ്ട്. കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുക,
അഥവാ പുതിയ പ്രചരണ രീതികൾക്ക് തുടക്കം കുറിക്കുക എന്നിവയ്ക്ക് യോഗം കാണുന്നുണ്ട്. കഫനീർദോഷ രോഗപീഠകളാൽ യാത്രകളെല്ലാം മാറ്റിവെച്ച് ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് പലവിധത്തിലുള്ള ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളെ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് വഴി ഒരു പക്ഷെ കടം വാങ്ങേണ്ടി വരുമോ എന്ന ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ ഉദ്യോഗ സാധ്യതകൾ അഥവാ സ്ഥാനമാനങ്ങൾ ഉണ്ടാവുക വളരെ കുറവായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ജോലികൾക്ക് വേണ്ടിയിട്ട് ഹ്രസ്വകാല പാഠ്യപദ്ധതികളൊക്കെ ചേരുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ നിലവിലുള്ള ജോലി രാജിവെക്കാതെ തന്നെ ചിലരൊക്കെ പഠിക്കുവാനും മറ്റു ചിലർക്ക് ജോലി രാജിവെച്ച് പഠിച്ചാലേ പൂർണ്ണതയും വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഉള്ളൊരവസരത്തെയും സ്വീകരിക്കുവാൻ യോഗം കാണുന്നതുമുണ്ട്. ഗർഭിണികൾക്ക് ഈ മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ പൂർണ്ണ വിശ്രമം വേണ്ടി വരുവാൻ യോഗം കാണുന്നുണ്ട്. നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ട് ഒരു പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശനത്തിന് സജ്ജമാകുമെങ്കിൽ പോലും മക്കളുടെ പ്രത്യേക നിർബന്ധത്താൽ ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുണ്ട്. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നത് വഴി ആശ്വാസമുണ്ടാകും. എന്നാൽ അഹംഭാവം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. നിഷേധാത്മകമായിട്ടുള്ള പല നിലപാടുകളും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വന്നു ചേരുവാനിടവരും. ഒരുപക്ഷെ അവർക്ക് യുക്തിപൂർവ്വമുള്ള ഒരു നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. ജോലി ഉപേക്ഷിക്കാതെ പാരമ്പര്യ പൗരാണിക ഭാരതീയ ശാസ്ത്രങ്ങളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. സുദീർഘമായുള്ള ചർച്ചയിലൂടെ വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലയുടെ പ്രാരംഭതല ചർച്ചയിൽ പങ്കെടുക്കുവാനും തീരുമാനത്തിന് യോഗം കാണുന്നു. നിലവിലുള്ള വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നിയമവിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഇങ്ങനെ വന്ന് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സമീപിക്കുന്നവരോട് പോലും കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ ചില തടസ്സങ്ങളും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനുള്ള ഒരു അവസരം രോഹിണി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.